ഡിഗ്രി സ്റ്റുഡൻസിന് എങ്ങനെയാണ് സർട്ടിഫൈഡ് ഇൻറ്റേർണൽ ഓഡിറ്റർ പ്രോഗ്രാം ബെനിഫിഷ്യൽ ആവുന്നത്? ഡിഗ്രി സ്റ്റുഡൻസ് എന്ന് പറയുമ്പോൾ ഓരോ ആൾക്കാർക്കും ഓരോ ഫോക്കസ് ഉണ്ടാവും. ഒരു ബി.കോം സ്റ്റുഡൻറ്റ് അല്ലെങ്കിൽ ബി.കോം കഴിഞ്ഞ് വരുന്ന ഒരാൾക്ക് ചിലവർ MBAയിൽ ഫോക്കസ്ഡ് ആയിരിക്കും, അല്ലെങ്കിൽ CA, CMA തുടങ്ങിയ ഫൈനാൻസ് ആൻഡ് അക്കൗണ്ടിങ് മേഖലയിൽ ഡോമിനൻസ് ഉള്ള ആ പ്രോഗ്രാംസിനോട് അഫിനിറ്റി ഉള്ള ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്. അപ്പം നമ്മളുടെ ഡിഗ്രി സ്റ്റുഡൻസ് എന്ന് പറയുമ്പോൾ ബി.കോം മാത്രമല്ല, BSc കഴിഞ്ഞവരും BA കഴിഞ്ഞവരും എഞ്ചിനീയറിംഗ് കഴിഞ്ഞവരും ആർക്ക് വേണമെന്നുണ്ടെങ്കിലും ഈ CIA എന്നുള്ളൊരു പ്രോഗ്രാം ചെയ്യാം. ഇവിടുത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്റ്റ് എന്താണെന്ന് വെച്ചാൽ CIA എന്നുള്ള പ്രോഗ്രാമിന് തന്നെ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. ബിക്കോസ് ഇറ്റ് ഈസ് ടു സ്പെസിഫിക്. നമ്മൾ ഇൻറ്റേർണൽ ഓഡിറ്റിംഗ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിൽ മാത്രമാണ് നമ്മൾ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത്. ഈ ഇൻറ്റേർണൽ ഓഡിറ്റിംഗ് എന്നുള്ള പ്രോഗ്രാം ബേസിക്കലി ഒരു ഓർഗനൈസേഷൻ്റെ എഫിഷ്യൻസിയും എഫക്റ്റീവ്നെസ്സും പ്രൊഡക്ടിവിറ്റിയും കൂട്ടുന്ന ഒരു സ്റ്റെപ്പാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു കോഴ്സ് ഇന്ന് ലോകത്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഡിമാൻഡ് ഈസ് ഇൻക്രീസിംഗ്ലി ഗോയിങ് ഹൈ. ഏത് രാജ്യം എടുക്കുകയാണെന്നുണ്ടെങ്കിലും നീഡ് ഓഫ് ദ ഇൻറ്റേർണൽ ഓഡിറ്റേഴ്സ് ആർ ക്രിട്ടിക്കൽ നൗ. നമ്പർ ഓഫ് ഇൻറ്റേർണൽ ഓഡിറ്റേഴ്സ് അത്രയ്ക്കില്ല. സോ ഇതിനകത്ത് സ്പെഷ്യലൈസ് ചെയ്ത് വരുമ്പോൾ ഓർഗനൈസേഷനിൽ അവരുടെ എഫിഷ്യൻസി സിസ്റ്റത്തിനെ പവർ ചെയ്യാൻ വേണ്ടി ഇൻറ്റേർണൽ ഓഡിറ്റിംഗ് എന്നുള്ള ഫങ്ഷൻ ഇന്നവിറ്റബിളായി മാറും. അങ്ങനെ വരുമ്പോൾ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഒരുപാട് കൂടും. അപ്പോൾ ഇവിടെ നമ്മൾ ബി.കോം എന്നുള്ള ഒരു പർട്ടിക്കുലർ സെഗ്മെൻറ്റ് മാത്രമല്ലാതെ എനി ഡിഗ്രി സ്റ്റുഡൻസ്, ഈവൻ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ് who are having inclination towards understanding the business and carrying this program out can definitely excel. So which means their employability, possibility of being employed is very high. അത് ഇന്ത്യയിൽ മാത്രമല്ല, they can travel to at least 150+ countries. അവിടെയൊക്കെ അവർക്ക് എംപ്ലോയ്മെൻറ്റ് കിട്ടാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ്. എംപ്ലോയ്മെൻ്റ് ആണല്ലോ ഏറ്റവും അത്യാവശ്യം, ശരിയല്ലേ? Because of this reason, CIA has got its own uniqueness. സർട്ടിഫൈഡ് ഇൻറ്റേർണൽ ഓഡിറ്റർ പ്രോഗ്രാം എന്തുകൊണ്ടാണ് ഗ്ലോബലി റെക്കഗ്നൈസ്ഡ് ആണെന്ന് പറയുന്നത്? സർട്ടിഫൈഡ് ഇൻറ്റേർണൽ ഓഡിറ്റർ പ്രോഗ്രാമിൻ്റെ സ്പെഷ്യാലിറ്റി അല്ലെങ്കിൽ ഇൻറ്റേർണൽ ഓഡിറ്റിംഗ് എന്നുള്ള ഫംഗ്ഷൻ്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ അവരുടെ ടോട്ടൽ ഫങ്ഷൻസ്, ഒരു ബിസിനസ്സിൻ്റെ ടോട്ടൽ ഫങ്ഷൻസിൻ്റെ സ്ട്രെങ്ത് മോണിറ്റർ ചെയ്യാനും റിവ്യൂ ചെയ്യാനും സഹായിക്കുന്ന ഒരു സ്പെഷ്യലൈസ്ഡ് ഫങ്ഷനാണ്. ഒരു ഓർഗനൈസേഷനിൽ റിസ്ക് മാനേജ്മെൻറ്റ് എന്നുള്ള ആക്ടിവിറ്റിയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. റിസ്ക് ഏറ്റവും നന്നായിട്ട് മാനേജ് ചെയ്താൽ മാത്രമേ ഓർഗനൈസേഷൻ്റെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് അറ്റൈൻ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു കണ്ടിന്യൂസ് മോണിറ്ററിങ്, കണ്ടിന്യൂസ് റിവ്യൂ അത് വളരെ ക്രിട്ടിക്കലാണ്. ഇൻറ്റേർണൽ ഓഡിറ്റേഴ്സ് ആ ഒരു മോണിറ്ററിങ്, ആ ഒരു റിവ്യൂ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് വേണ്ടി ചെയ്യുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഇതൊരു ക്രിട്ടിക്കൽ ഫങ്ഷനായി മാറും. മോണിറ്ററിങ്ങും റിവ്യൂവും ഇല്ലാത്ത ഒരു ഓർഗനൈസേഷനും നിലവിലില്ല. അപ്പോൾ ഗ്ലോബലി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ ഗ്ലോബൽ ഓർഗനൈസേഷൻസും ഇന്ന് എഫിഷ്യൻസിയിലേക്കും പ്രൊഡക്ടിവിറ്റിയും എയിം ചെയ്ത് അതിൻ്റെ വാല്യൂ മാക്സിമൈസ് ചെയ്യാനാണ് നോക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഈ മോണിറ്ററിങ് ഓർ റിവ്യൂ ബിക്കംസ് ഇന്നവിറ്റബിൾ ഫോർ ദം. സോ the acceptance of internal auditors across the globe is definitely going high. ഈ ഒരൊറ്റ കാരണം കൊണ്ട് മാത്രം ഇന്ത്യയിൽ മാത്രമല്ല, ഒരു 150+ കൺട്രീസിൽ എവിടെ വേണമെന്നുണ്ടെങ്കിലും ഈ പ്രോഗ്രാം പാസ്സാകുന്ന ഒരു വ്യക്തിക്ക് നല്ലൊരു ഡീസൻറ്റ് എംപ്ലോയ്മെൻറ്റ്, സ്കിൽ സെറ്റ്സ് ഉണ്ടെങ്കിൽ they can even go high in the ladder in future. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി അവർക്ക് ഓർഗനൈസേഷൻ്റെ അൾട്ടിമേറ്റ് ഒബ്ജക്റ്റീവ് അറ്റൈൻ ചെയ്യാനുള്ള എൻറ്റയർ പ്രോസസ്സിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ ഇവരെ കൊണ്ട് സാധിക്കുന്നു. ഈ റീസൺസ് കൊണ്ട് എംപ്ലോയബിലിറ്റി ഈസ് ഗോയിങ് ഹൈ. ദാറ്റ് ഈസ് ഗോയിങ് ടു ബി ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് എലിമെൻറ്റ് ടു കൺസിഡർ ഇറ്റ്സ് അക്സെപ്റ്റൻസ് അക്രോസ് ദ ഗ്ലോബ്. സർ, സർട്ടിഫൈഡ് ഇൻറ്റേർണൽ ഓഡിറ്റർ പ്രോഗ്രാമിൻ്റെ പാസ് പെർസെൻറ്റേജ് കുറവാകുന്നതിൻ്റെ കാരണം എന്താണ്? ഒരു എക്സാം പാസ്സാകുക എന്ന് വെച്ചാൽ 24 മണിക്കൂറും ബുക്കെടുത്ത് വായിച്ച് അതിൻ്റെ തിയറി മൊത്തം മക്കപ്പ് ചെയ്ത് തലയ്ക്കകത്ത് വെച്ച് പോവുക എന്നുള്ള പഴയ കോൺസെപ്റ്റ് മാറി. ഇന്ന് നമുക്കൊരു പ്രാക്ടിക്കൽ അവയർനെസ് വേണം.
നമ്മൾ പഠിക്കുന്ന തിയറി എങ്ങനെ അത് അപ്ലൈ ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് ഒരു ബോധം ഓരോ വ്യക്തിക്കും ഉണ്ടാവണം. അത് ഏത് പ്രോഗ്രാം ആയാലും ശരി, CA ആയിക്കോട്ടെ, CMA ആയിക്കോട്ടെ, എനി പ്രൊഫഷണൽ പ്രോഗ്രാം. അതുപോലെ CIAയിലും ഈ പറയുന്ന ഈ ഒരു റിക്വയർമെൻറ്റ് ഡോമിനൻ്റാണ്. ഇതൊരു 3 പാർട്ട് എക്സാമാണ്. ഈ 3 പാർട്ട് എക്സാമിൽ വരുന്ന ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് പ്രാക്ടിക്കലി ഇൻക്ലൈൻഡ് ക്വസ്റ്റ്യൻസാണ്. സാധാരണ ഒരു ഡിഗ്രി കഴിഞ്ഞ് വരുന്ന ഒരാൾക്ക്, എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരാൾക്ക് ഈ പ്രോഗ്രാം ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ എഫേർട്സ് കൊടുക്കേണ്ടി വരും. അത് ഏത് പ്രോഗ്രാം ആയാലും ആ എഫർട്ട് ഉണ്ടെങ്കിലേ പാസ്സാവാൻ പറ്റത്തുള്ളൂ. സെക്കൻഡ് തിങ്, ഈ ഒരു എഫർട്ട് കൊടുക്കാനുള്ളൊരു ഇൻക്ലിനേഷൻ ഇല്ലാത്തൊരു വ്യക്തിക്ക് ഈ ഒരു പ്രോഗ്രാം ഒരു റിസർച്ചായിട്ട് മാത്രമേ എടുക്കാൻ സാധിക്കത്തുള്ളൂ. നമ്മൾ ഏത് കോഴ്സായാലും ഒരു റിസർച്ച് അല്ലെങ്കിൽ ഒരു എക്സ്പെരിമെൻറ്റിന് വേണ്ടിയിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും സക്സസ്ഫുൾ ആവില്ല. അപ്പോൾ ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ എബിലിറ്റി ഓഫ് ദ സ്റ്റുഡൻസ് ടു കൺസീവ് ദ ഐഡിയാസ് ആൻഡ് അപ്ലൈ. ഈ ഒരു റീസൺ കൊണ്ട് പാസ് പെർസെൻറ്റേജ് താഴെ പോകാറുണ്ട്. അങ്ങനത്തെ ഒരു കൺസീവിങ് മെൻറ്റാലിറ്റി ഇല്ല, അല്ലെങ്കിൽ അപ്ലൈ ചെയ്യാനുള്ളൊരു മെൻറ്റാലിറ്റി ഇല്ല എന്ന് പറയുമ്പോൾ വെൻ ഇറ്റ് ഈസ് ടേക്കൺ ആസ് എ മാറ്റർ ഓഫ് എൻ എക്സ്പെരിമെൻറ്റ് ആകുമ്പോൾ റിസൾട്ട്സ് ഉണ്ടാവത്തില്ല. പോയിൻറ്റ് നമ്പർ 1. പോയിൻറ്റ് നമ്പർ 2, നല്ല ട്രെയിനിങ് ഈസ് ഇമ്പോർട്ടൻറ്റ്. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഇൻഗ്രീഡിയൻ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ഇത് തിയറി മാത്രം പഠിപ്പിച്ചിട്ട് കാര്യമില്ല. പഠിപ്പിക്കുന്ന സമയത്ത് തന്നെ തിയറിയോടുകൂടി ഇത് പ്രാക്ടിക്കലി എങ്ങനെ അപ്ലൈ ചെയ്യും, കേസസ് വെച്ച് ഓരോ സിറ്റുവേഷനിലും എങ്ങനെ നമ്മൾ ഹാൻഡിൽ ചെയ്യണം എന്നുള്ള ആ ഒരു സിറ്റുവേഷൻസ് അവരെ പഠിപ്പിച്ച് മനസ്സിലാക്കി, അതുപോലത്തെ ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് അവർക്ക് പഠിപ്പിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് അത് അവരിരുന്ന് പ്രാക്ടീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് റിസൾട്ട് ഉണ്ടാവും. അപ്പോൾ ഈ പ്രാക്ടിക്കൽ ഇൻക്ലൈൻഡ് ട്രെയിനിങ് മിസ്സായാൽ അത് മതി റിസൾട്ട് കുറയാൻ. അപ്പോൾ തിയറി മാത്രം പഠിപ്പിച്ച് വിടുന്നതും പ്രാക്ടിക്കൽ ട്രെയിനിങ്ങോടുകൂടി തിയറി പഠിപ്പിക്കുന്നതും ബിഗ് ഡിഫറൻസ് ആണ്. മനസ്സിലായോ? ബിക്കോസ് ഓഫ് ദിസ് റീസൺ നാച്ചുറലി ആ ഒരു പ്രാക്ടിക്കാലിറ്റി എവിടെ മിസ്സാവുന്നോ അവിടെ എന്ത് സംഭവിക്കും? റിസൾട്ട് കുറയും. പക്ഷേ പ്രാക്ടിക്കൽ അവെയർനെസ് നമുക്കുണ്ട്. ആ തിയറിയും ഈ പ്രാക്ടിക്കലുമായിട്ടുള്ള പെർഫെക്റ്റ് ബ്ലെൻഡ് ഉണ്ടാകുന്നുണ്ടെന്നുണ്ടെങ്കിൽ പാസ്സാവാൻ ഇതൊരു ഡിഫിക്കൽട്ട് പ്രോഗ്രാമേ അല്ല. നാച്ചുറലി റിസൾട്ട്സ് വിൽ ബി ഹൈ. സോ സർട്ടിഫൈഡ് ഇൻറ്റേർണൽ ഓഡിറ്റർ പ്രോഗ്രാം നമുക്ക് എവിടെയെല്ലാം പഠിക്കാൻ പറ്റും? ഇന്ത്യയിലും വിദേശത്തും ഒരുപാട് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട്. എവിടെ വേണമെങ്കിലും പഠിക്കാം. എക്സാംസ് എവിടെ നിന്ന് വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് എടുക്കാനായിട്ട് സാധിക്കും. ബട്ട് നമ്മൾ എവിടെ പഠിക്കുന്നു എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടറാണ്. എവിടെയും പഠിക്കാം, പക്ഷേ സ്പെസിഫിക്കലി എവിടെ പഠിക്കുന്നു? നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഒരു ട്രെയിനിങ് തിയറിറ്റിക്കലി മാത്രം നമുക്ക് കൊടുക്കാം. ക്വസ്റ്റ്യൻസ് അവരെ കൊണ്ട് പ്രാക്ടീസ് ചെയ്യിപ്പിക്കാം, കഴിഞ്ഞു. ഒരു 3 മാസത്തെ പ്രോഗ്രാം, 4 മാസത്തെ പ്രോഗ്രാം, അല്ലെങ്കിൽ ഒരു 50 hours കൊണ്ട്, അല്ലെങ്കിൽ ഒരു 100 hours കൊണ്ട് കംപ്ലീറ്റ് പ്രോഗ്രാം പഠിപ്പിച്ച് നമുക്ക് തീർക്കാനായിട്ട് സാധിക്കും. അങ്ങനെ പഠിപ്പിക്കുന്ന ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടാവാം. ബട്ട് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അവിടെ തിയറിയും പ്രാക്ടിക്കലും രണ്ടും കൂടെ ബ്ലെൻഡ് ചെയ്തുള്ള ട്രെയിനിങ് ഇമ്പാർട്ട് ചെയ്യുമ്പോൾ ആ ഓർഗനൈസേഷൻസ് വിൽ ബി എഫക്റ്റീവ്. അപ്പോൾ അങ്ങനത്തെ ഒരു ഓർഗനൈസേഷനിൽ പഠിക്കുന്നതായിരിക്കും പാസ്സാവാൻ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത്. സോ ഒരു സ്റ്റുഡൻറ്റ് എവിടെ വേണമെങ്കിലും പഠിക്കാം എന്നുണ്ടെങ്കിൽ പോലും ആ സ്റ്റുഡൻറ്റിൻ്റെ ഒരു ഇൻഡിവിജ്വൽ റിക്വയർമെൻ്റ് ഉണ്ടല്ലോ, അതിനെ മീറ്റ് ചെയ്യുന്ന ഓർഗനൈസേഷൻ ചൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. ഫോർ എക്സാമ്പിൾ ലെവൽ 3 ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾക്കിവിടെ ട്രെയിനിങ് എന്ന് പറയുന്നത് പ്രാക്ടിക്കാലിറ്റിയുമുണ്ട്, തിയററ്റിക്കലുമുണ്ട്. പ്രാക്ടിക്കാലിറ്റി ഈസ് ടോട്ടലി ഇൻ്റഗ്രൽ ടു തിയറീസ്. രണ്ടും ഇൻസെപ്പറബിളാണ്. അപ്പോൾ രണ്ടിൻ്റെയും കൂടെ ഒരു മിക്സ്ഡ് ട്രെയിനിങ്, അത് മാത്രമേ ഒരു സ്റ്റുഡൻറ്റിനെ പാസ്സാകാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുള്ളൂ. സോ യു മസ്റ്റ് ബി സ്പെസിഫിക്, നോട്ട് ജനറിക്, in terms of selecting the institution. സർ സർട്ടിഫൈഡ് ഇൻറ്റേർണൽ ഓഡിറ്റർ പ്രോഗ്രാം നമുക്ക് ഏതൊക്കെ സെക്ടേഴ്സിൽ ആപ്ലിക്കബിൾ ആണ്? ഒരു ബിസിനസ്സിനെ സംബന്ധിച്ച് ഇൻറ്റേർണൽ ഓഡിറ്റ് എന്നുള്ള ഫങ്ഷൻ അതിൻ്റെ എഫിഷ്യൻസി കൂട്ടാൻ വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുന്നൊരു ടൂളാണ്. ഏതൊരു ബിസിനസ് ഓർഗനൈസേഷനിലും അവർക്ക് സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാനുണ്ട്. ഇന്നത്തെ ഈ ലോകത്തുള്ള ഏത് ഓർഗനൈസേഷനായാലും
വാല്യൂ മാക്സിമൈസേഷൻ എന്നുള്ളൊരു ഒബ്ജക്റ്റീവ് വളരെ ഇൻ്റഗ്രലാണ്. അപ്പോൾ ഈ ഒരു ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യണം എന്നുള്ളത് ഒരു പർട്ടിക്കുലർ ബിസിനസ് സെഗ്മെൻറ്റിൽ മാത്രം ആപ്ലിക്കബിൾ ആയിട്ടുള്ള കാര്യമല്ല. ഏത് ബിസിനസ് മേഖലയായാലും ഈ ഒരു ഒബ്ജക്റ്റീവ് അറ്റൈൻ ചെയ്തേ സാധിക്കൂ. മാത്രമല്ല, എനി ബിസിനസ് ഫോർ ദാറ്റ് മാറ്റർ ഈസ് റൺ ത്രൂ വേരിയസ് സെറ്റ് ഓഫ് പ്രോസസ്സസ്. ഈ പ്രോസസ് ഫ്ലോ ഇല്ല എന്നുണ്ടെങ്കിൽ ഓപ്പറേഷൻസ് ഒരിക്കലും സക്സസ്ഫുൾ ആവില്ല. അപ്പോൾ അത് ഏത് ബിസിനസ് ആയാലും, സേ ടെക്സ്റ്റൈൽസ്, അല്ലെങ്കിൽ ഒരു മാനുഫാക്ചറിങ് സെഗ്മെൻറ്റ്, സർവീസ് സെഗ്മെൻറ്റ്, ബാങ്കിങ് ഇൻഡസ്ട്രി, ഈവൻ ആൻ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, എയറോനോട്ടിക്കൽ എൻ്റർപ്രൈസസ്, ഷിപ്പിംഗ് കമ്പനീസ്. അപ്പോൾ ഏത് മേഖലയിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിലും അവർക്കൊരു സെറ്റ് ഓഫ് ഒബ്ജക്റ്റീവ്സ് അറ്റൈൻ ചെയ്യാനുണ്ടാവും. എല്ലാ ഓർഗനൈസേഷനിലും റിസ്ക്സ് ഉണ്ടാവും. ഈ റിസ്കിനെ മാനേജ് ചെയ്യണം. അതിൻ്റെ റെസ്പോൺസിബിലിറ്റി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനാണ്. റിസ്കിനെ മാനേജ് ചെയ്യാനായിട്ട് അവർ ഇൻറ്റേർണൽ കൺട്രോൾസ് എന്നുള്ള ടൂൾസ് അപ്ലൈ ചെയ്യും. ഈ ടൂൾസ് എഫക്റ്റീവ് ആകണമെന്നുണ്ടെങ്കിൽ, എഫക്റ്റീവ് ആയാൽ മാത്രമേ റിസ്ക് കുറയ്ക്കാൻ സാധിക്കുകയുള്ളൂ. ഇത് എഫക്റ്റീവ് ആണെന്നുണ്ടെങ്കിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് കമ്പൽസറിലി ഇതിനെ മോണിറ്റർ ചെയ്യണം, റിവ്യൂ ചെയ്യണം. ബട്ട് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് ഇത് മോണിറ്റർ ചെയ്യാനോ റിവ്യൂ ചെയ്യാനോ ഉള്ള എക്സ്പെർട്ടൈസോ ടൈമോ ഉണ്ടാവാറില്ല. സോ അവർക്ക് വേണ്ടി ഇത് ഇൻറ്റേർണൽ ഓഡിറ്റേഴ്സ് ആയിരിക്കും ചെയ്യുന്നത്. അപ്പോൾ ഏത് സെഗ്മെൻ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിലും ഇൻറ്റേർണൽ ഓഡിറ്റിംഗ് എന്നുള്ള ഫങ്ഷൻ ആപ്ലിക്കബിളാണ്. സോ ഏത് മേഖലയിലും ഇൻറ്റേർണൽ ഓഡിറ്റേഴ്സിന് പ്ലേസ്ഡ് ആവാനുള്ള പോസിബിലിറ്റിയും ഹൈ.